ഹായ് ഫ്രണ്ട്സ്, 15 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കുവാനുള്ള നമ്മുടെ പുതിയ ക്ലാസ്സിൻ്റെ ഡേ 3 പ്രാക്ടീസ് അല്ലേ എന്നുള്ളത്. അതായത് 3-ാം ദിവസത്തെ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് പ്രാക്ടീസ് അല്ലേ. ഡേ 1-ൽ എന്നും സംസാരിക്കുവാനുള്ള വാചകങ്ങൾ തന്നു. വേക്കപ്പ്, ഉണരൂ, ഗെറ്റപ്പ്, എഴുന്നേൽക്കൂ, അങ്ങനെ വളരെ സിമ്പിളായ എന്നാൽ നമുക്ക് ഒത്തിരി യൂസ്ഫുള്ളായ വാചകങ്ങളായിരുന്നു 1-ാമത്തെ ദിവസം. എന്നാൽ 2-ാമത്തെ ദിവസത്തിൽ ഞാൻ പോകുന്നു, അതായത് നു എന്ന് ഉപയോഗിക്കുമ്പോൾ എങ്ങനെ വാക്യങ്ങൾ ഉണ്ടാക്കാം, അതേത് രീതിയിലാണ് സെൻറ്റൻസിൻ്റെ ഘടന എന്നതെല്ലാം ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ 2 ദിവസത്തെ പ്രാക്ടീസ് നിങ്ങൾ മറക്കരുത്. ആ 2 ദിവസത്തേത് ഒരു 100 സെൻറ്റൻസ് എങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും അല്ലേ. നിങ്ങളുടെ കമൻസിൽ നിന്നും എനിക്കത് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഉപയോഗിച്ച ഐ ലവ് യു എന്ന നമുക്കെല്ലാവർക്കും അറിയാവുന്ന ആ സെൻറ്റൻസിൽ നിന്ന് തുടങ്ങാം അല്ലേ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നാണല്ലോ ആ ഐ ലവ് യു എന്നതുകൊണ്ടുള്ള അർത്ഥം. എന്നാൽ ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു എന്ന രീതിയിലേക്ക് നമുക്ക് ആ സെൻറ്റൻസിനെ ഒന്ന് മാറ്റാൻ ശ്രമിക്കാം. ഓക്കെ, അതായത് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ വരുമ്പോൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ സ്നേഹിക്കുന്നു നിന്നെ, ഈ രീതിയിലാണ് ഇംഗ്ലീഷിൻ്റെ വാചകങ്ങളെ അല്ലെങ്കിൽ വാക്കുകളെ ക്രമീകരിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു എന്നത് എങ്ങനെയാകും? ഐ ലവ് യു എന്നത് ഐ ലൗഡ് യു എന്നാവും. അതായത് ഐ ഞാൻ, ലൗഡ് സ്നേഹിച്ചിരുന്നു, യു നിന്നെ. ഓക്കെ, അപ്പോൾ ആ ഐ ലൗഡ് യു എന്നത് എങ്ങനെ വന്നു എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ലവ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ലവ്സ് എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുന്നു എന്നാണ്. നു എന്നുള്ളത് നിങ്ങൾ ഓർക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പോകുന്നു, ചാടുന്നു, കളിക്കുന്നു, നിൽക്കുന്നു, സഹായിക്കുന്നു, അങ്ങനെ നു അല്ലേ. ഹെൽപ്പ്, ഹെൽപ്സ്, പ്ലേ, പ്ലേസ്, അങ്ങനെയുള്ള വാക്കുകൾ അല്ലേ. അപ്പോൾ നമുക്കിന്ന് സ്നേഹിച്ചിരുന്നു എന്ന് പറയുമ്പം ലവ് എന്നത് എന്തായി മാറുന്നു? ലൗഡായി മാറുന്നു. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒരാൾ മാത്രമാണെങ്കിലും, അതായത് സിംഗുലർ ആണെങ്കിലും, ഒന്നിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ, അതായത് പ്ലൂറൽ ആണെങ്കിലും എന്താണ്, ഈ ലൗഡ് എന്നത് തന്നെ ലൗഡായിട്ട് മാറും, ലൗഡായിട്ട് തന്നെ എഴുതും. ലൗഡ് എന്നത് മാത്രമാണ്. അവിടെ നമ്മൾ മുമ്പ് കഴിഞ്ഞത് പഠിച്ചപ്പോൾ നമ്മൾ പോകുന്നു എന്നതിനെ ലവ് എന്നും, ഐ വന്നാൽ ലവ് എന്നും, യു വന്നാൽ ഹീ വന്നാൽ ലവ്സ് എന്നും നമ്മൾ പഠിച്ചു അല്ലേ, സിംഗുലറും പ്ലൂറലും. അപ്പോൾ എന്നാൽ ഇവിടെ നമ്മൾ പഠിക്കുന്നത്, അതായത് ഇന്നലത്തെ കാര്യം അല്ലെങ്കിൽ മുമ്പ് നടന്ന കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ അവിടെ ഒരാളോ 2 ആളോ 3 ആളോ എത്ര പേരുണ്ടെങ്കിലും അവിടുത്തെ ആ വെർബിന് യാതൊരു മാറ്റവും വരില്ല. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, ഈ ലൗഡ് എന്ന് പറയുന്നത് ഡിഡ് വെർബ് എന്ന് പറയും. അതായത് ഡിഡ് പ്ലസ് വെർബ്, നമ്മളൊരു വെർബിനോടൊപ്പം ഡിഡ് ചേർക്കുന്നു. അപ്പോൾ ഹെൽപ്പിനോട് ഡിഡ് ചേർത്താൽ എന്താവും? സഹായിച്ചിരുന്നു എന്നുള്ളത് എന്താവും? ഹെൽപ്ഡ്. നടന്നിരുന്നു, വാക്ക് പ്ലസ് ഡിഡ് അല്ലെങ്കിൽ ഡിഡ് പ്ലസ് വാക്ക്ഡ്. ചാടിയിരുന്നു, ഡിഡ് പ്ലസ് ജംപ്ഡ്. കേട്ടോ, അപ്പോൾ ഇങ്ങനെയാണ്. അതായത് ഞാൻ എൻ്റെ അമ്മയെ സഹായിച്ചിരുന്നു, ഐ ഹെൽപ്ഡ്, ഞാൻ സഹായിച്ചിരുന്നു എൻ്റെ അമ്മയെ, മൈ മദർ, ഐ ഹെൽപ്ഡ് മൈ മദർ. ഓക്കെ, ഞാൻ കളിച്ചിരുന്നു, ഐ പ്ലേഡ്. ഞാൻ ക്രിക്കറ്റ് കളിച്ചിരുന്നു, ഐ പ്ലേഡ് ക്രിക്കറ്റ്. ഓക്കെ, ഞങ്ങൾ ക്രിക്കറ്റ് കളിച്ചിരുന്നു, വി പ്ലേഡ് ക്രിക്കറ്റ്. അവർ ക്രിക്കറ്റ് കളിച്ചിരുന്നു, ദേ പ്ലേഡ് ക്രിക്കറ്റ്. ഓക്കെ, അപ്പോൾ അവിടെ ഐ വന്നപ്പോൾ നീ ക്രിക്കറ്റ് കളിച്ചിരുന്നു, യു പ്ലേഡ് ക്രിക്കറ്റ്. അവൻ ക്രിക്കറ്റ് കളിച്ചിരുന്നു, ഹി പ്ലേഡ് ക്രിക്കറ്റ്. അവൾ ക്രിക്കറ്റ് കളിച്ചിരുന്നു, ഷീ പ്ലേഡ് ക്രിക്കറ്റ്. അപ്പോൾ ഈ രീതിയിൽ ഏതായാലും സബ്ജക്റ്റ് ആരായാലും, സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഒന്നാമത് നമ്മൾ എഴുതുന്നത് ആരെ പറ്റിയാണോ പറയുന്നത് അത് ഒരാളെ ഉള്ളെങ്കിലും ഒത്തിരി പേരുണ്ടെങ്കിലും എല്ലാം ആ വെർബ് ഡിഡ് വെർബായിരിക്കും. എന്നാൽ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുകയാണ്. ഇപ്പോൾ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, മനസ്സിലാക്കുക. അതായത് ഡിഡ് പ്ലസ് വെർബ് ചേർത്ത്, അതായത് ഡിഡ് ചേർത്ത് ഡി ചേർത്ത്, ഡിഡ് ഇപ്പോൾ ഹെൽപ്ഡ് ഡി ഓർ ഇ ഡി വരും അല്ലേ. ഹെൽപ്ഡ് ആകുമ്പോൾ HELPED എന്ന് വരും. അപ്പോൾ ആ
ആ വെർബുകൾ, അതായത് സഹായിച്ചിരുന്നു, കളിച്ചിരുന്നു, പോയിരുന്നു, വന്നിരുന്നു, ഉറങ്ങിയിരുന്നു, കഴിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞ ഇരുന്നു എന്ന വാക്ക്. മറ്റേ നമ്മൾ പോകുന്നു, ഇരിക്കുന്നു, ചിരിക്കുന്നു. ഇത് പോയിരുന്നു, വന്നിരുന്നു, ചിരിച്ചിരുന്നു. ഇത് അപ്പോൾ ഇങ്ങനെ ഇരുന്നു എന്ന ആ പ്രയോഗം വരുമ്പോൾ, അല്ലെങ്കിൽ മുമ്പ് നടന്ന കാര്യങ്ങളെപ്പറ്റി പറയുമ്പോൾ ഡിഡ് വെർബാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഞാനിപ്പോൾ കുറേ വെർബുകൾ പറഞ്ഞു. നിങ്ങൾക്കറിയാം, ഹെൽപ്ഡ്, വാക്ക്ഡ്, അവിടെ പ്രൊനൗൺസ് ചെയ്യുന്ന ഹെൽപ്ഡ്, വാക്ക്ഡ്. ഓക്കെ, അപ്പോൾ ജംപ്ഡ് അങ്ങനെയാണ്. അപ്പം ജംപ്ഡ്, അതാണ് ഞാൻ ജംപ്ഡ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ ഈ വാക്കുകളൊക്കെ നമ്മൾ പറഞ്ഞു. ഇപ്പം അതാണ് ഡിഡ് വെർബ് യൂസ് ചെയ്ത് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. ഇനി രണ്ടാമത്തെ കാര്യം, ചില വാക്കുകൾ, ചില വെർബുകൾ ഡിഡ് ചേർക്കുമ്പോൾ ആ വെർബുകൾ ഒന്നാകെ അങ്ങ് മാറും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ പോകുന്നു എന്നുള്ളതിന് ഐ ഗോ ആണല്ലോ. അപ്പോൾ ഞാൻ പോയിരുന്നു എന്നാണെങ്കിൽ ഗോ പ്ലസ് ഡിഡാണ്, അത് ഗോഡല്ല കേട്ടോ. ഗോ പ്ലസ് ഡിഡ് എന്ന് പറയുന്നത് വെൻ്റാണ്. അതായത് ഓക്സിലറി വെർബായ ഡിഡ് അതിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പം വെൻ്റാണ്. ഐ വെൻ്റ്, സ്കൂളിലേക്കാണെങ്കിൽ ടു സ്കൂൾ, ഐ വെൻ്റ് ടു സ്കൂൾ. ഓക്കെ, ഇനി ഞാൻ ഭക്ഷണം കഴിച്ചിരുന്നു, ഫുഡ് കഴിക്കുക, ഈറ്റ്. ഈറ്റിൻ്റെ കൂടെ ഡിഡ് ചേർക്കുമ്പോൾ അവിടെ ഏറ്റ് എന്നാവും, ATE, ഏറ്റ്. അപ്പം ഐ ഏറ്റ് ഫുഡ് യെസ്റ്റർഡേ, ഇന്നലെ ഞാൻ ഫുഡ് കഴിച്ചിരുന്നു. ഇനി ഇന്നലെ ഞാൻ ഉറങ്ങിയിരുന്നു, ഐ ഡിഡ് പ്ലസ് സ്ലീപ്പാണ്, സ്ലീപ്പ്, ഐ സ്ലെപ്റ്റ് യെസ്റ്റർഡേ. കണ്ടോ? അപ്പോൾ അതാണ് രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതായത് മൊത്തത്തിൽ മാറ്റം വരുന്നത്. ഇപ്പം ഗോ വെൻ്റാവും, ഈറ്റ് ഏറ്റാവും, സ്ലീപ്പ് സ്ലെപ്റ്റാവും, കം കെയിമാവും. അപ്പോൾ ഇങ്ങനെ ചില വാക്കുകൾ ഡിഡ് ആഡ് ചെയ്യുമ്പോൾ അതുപോലെ അങ്ങ് മാറും. ഓക്കെ, എന്നാൽ ഡിഡ് ആഡ് ചെയ്യുമ്പോൾ യാതൊരു മാറ്റവും വരാത്ത വെർബുകളുമുണ്ട്. പുട്ട്, PUT, പുട്ട്. പുട്ടിൻ്റെ കൂടെ ഡിഡ് ആഡ് ചെയ്താലും പുട്ടെന്ന് തന്നെയാണ് എഴുതുന്നത്. കട്ട്, ഞാൻ ഒരു എന്താണ് റിബൺ മുറിച്ചു എന്നാണ് പറയുന്നത്. റിബൺ മുറിച്ചു, അപ്പോൾ കട്ട്. അപ്പോൾ അവിടെ മുറിക്കുന്നു എന്നുള്ളത് മുറിച്ചിരുന്നു അല്ലെങ്കിൽ മുറിച്ചു എന്നാവുക. അതെന്താവും? ഐ കട്ട് ദ റിബൺ എന്ന് തന്നെ ആവും. ഐ കട്ട് ദ റിബൺ യെസ്റ്റർഡേ. ടുഡേ ആണെങ്കിലും ഐ കട്ട് ദ റിബൺ ടുഡേ. കണ്ടോ? അപ്പോൾ ആ ചില വാക്കുകൾക്ക് യാതൊരു മാറ്റവും വരത്തില്ല. ഇപ്പം പുട്ടാണ്, കട്ട് കട്ടാണ്, ഷട്ട് ഷട്ടാണ്. അതും മറക്കരുത്. ഓക്കെ, അതാണ് മൂന്നാമത്തെ. അപ്പോൾ ഇപ്രകാരം നമുക്ക് ഒരു കാര്യം അങ്ങനെ ആയിരുന്നു, അല്ലെങ്കിൽ ഞാൻ കളിച്ചിരുന്നു, ഞാൻ ചിരിച്ചിരുന്നു. ഇപ്പോൾ നമുക്ക് അവൻ പോയി എന്നും അവൻ പോയിരുന്നു എന്നും രണ്ടും നമുക്ക് ഈ രീതിയിൽ പറയാം. അപ്പോൾ നമ്മൾ ഈ 3 ക്ലാസ്സുകളിൽ പഠിച്ചത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. ആദ്യം നമ്മൾ 100ഓളം ഡെയിലി യൂസിങ് സെൻറ്റൻസുകൾ പഠിച്ചു. അതെല്ലാ ദിവസവും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. രണ്ടാമതായിട്ട് നമ്മൾ അവൻ സ്കൂളിൽ പോകുന്നു, അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി പറയുന്നതിന് നമ്മൾ ഗോ ഓർ ഗോസ് അല്ലെങ്കിൽ ഡു ഓർ ഡസ് എന്ന ഫോമിലുള്ള സെൻറ്റൻസുകൾ പഠിച്ചു. ഇപ്പോൾ അവൻ പോകുന്നു എന്നാണെങ്കിൽ ഹീ ഗോസ്, അവൾ പോകുന്നു ആണെങ്കിൽ ഷീ ഗോസ്, ഞാൻ പോകുന്നു എന്നാണെങ്കിൽ ഐ ഗോ, നീ പോകുന്നു എന്നാണെങ്കിൽ യു ഗോ, അവൻ സഹായിക്കുന്നു എന്നാണെങ്കിൽ ഹീ ഹെൽപ്സ്, ഞാൻ സഹായിക്കുന്നു എന്നാണെങ്കിൽ ഐ ഹെൽപ്പ്, നീ സഹായിക്കുന്നു എന്നാണെങ്കിൽ യു ഹെൽപ്പ് എന്ന രീതിയിൽ പറയുന്നു. എന്നാൽ ഇന്ന് നാം പഠിച്ചത്, ഒരു കാര്യം ഇപ്പോൾ ഞാൻ സഹായിക്കുന്നു എന്നതിന് പകരം ഞാൻ സഹായിച്ചിരുന്നു അല്ലെങ്കിൽ ഞാൻ സഹായിച്ചു, ഇന്നലെ ഞാൻ അവരെ സഹായിച്ചു, മുമ്പ് നടന്ന കാര്യങ്ങളാണ് എന്ന് പ്രത്യേകം ഓർക്കുക. അപ്പോൾ എന്ത് വരും? ഞാൻ സഹായിച്ചു എന്ന് വരുമ്പോൾ അവിടെ, അല്ലെങ്കിൽ സഹായിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ഐ ഹെൽപ്ഡ്, അതായത് ഡിഡ് പ്ലസ് ഹെൽപ്പ്. ഇപ്പോൾ ഞാൻ പോയി അല്ലെങ്കിൽ ഞാൻ പോയിരുന്നു, ഐ വെൻ്റ് എന്ന് പറഞ്ഞാൽ ഡിഡ് പ്ലസ് ഗോയാണ്, ഐ വെൻ്റ്.
ഞാൻ കഴിച്ചിരുന്നു അല്ലെങ്കിൽ ഇന്നലെ ഞാൻ കഴിച്ചു എന്ന് പറയുകയാണെങ്കിൽ ഐ ഏറ്റ് അതായത് ഈറ്റ് പ്ലസ് ഡിഡ്. ഓക്കെ, അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ 3 രീതിയിലുള്ള സംസാര രീതികളാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ വീണ്ടും ഈ സെൻറ്റൻസുകൾ പറഞ്ഞു നോക്കുക. അതായത് ഓരോ ഡെയിലി യൂസിങ് സെൻറ്റൻസും, ഒപ്പം തന്നെ ഇപ്പോൾ ഞാൻ സ്കൂളിലേക്ക് പോകുന്നു എന്നതും ഞാൻ സ്കൂളിൽ പോയി അല്ലെങ്കിൽ പോയിരുന്നു എന്നതും, അതിങ്ങനെ ഓരോരോ സബ്ജക്റ്റുകൾ മാറ്റി അതായത് ഹീയും ഷീയും ഐയും യുവും ഒക്കെ മാറ്റി പറഞ്ഞു നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ധാരാളം സെൻറ്റൻസുകൾ പഠിക്കാൻ പറ്റും, പറയാൻ പറ്റും. അത് കണ്ടിന്യൂസ് ആയിട്ട് മനസ്സിൽ ഓർത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുക. തീർച്ചയായും തൊട്ടടുത്ത Day 4 വീഡിയോയുമായി ഞാൻ ഉടൻ എത്തുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.